Find the two-level SOP realization of the following function using NAND gates. അതിനകത്ത് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് യൂസിങ് AOI ലോജിക്. AOI ലോജിക് വെച്ചിട്ടും അതേപോലെ തന്നെ നാൻഡ് ഗേറ്റ്സ് വെച്ചിട്ടും ഈ ഒരു ഗിവൺ ഫംഗ്ഷനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് F is equal to summation of min terms 0, 3, 4, 5, 7 ആണ് തന്നിരിക്കുന്നത് അല്ലേ. F is equal to summation of min terms 0, 3, 4, 5, 7. സോ SOP റിയലൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു മിൻ ടേം ഫോമിൽ നമുക്ക് അല്ലെങ്കിൽ തന്നിട്ടാണ് ക്വസ്റ്റ്യൻ നമ്മൾ തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് is to plot the K-map and find the reduced expression. സോ K-map ഒന്ന് റെഡ്യൂസ് ചെയ്യാവോ എന്നിട്ട് ഓരോരുത്തരോടായിട്ട് ചോദിക്കാം. Find the reduced K-map find the reduced expression using K-map. ചെയ്യാവോ? എത്ര വേരിയബിൾ K-map ആണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ബൈ ലുക്കിംഗ് അറ്റ് ദ ഹൈയസ്റ്റ് വാല്യൂ ഓഫ് മിൻ ടേം. സോ ഇപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് ഹൈയസ്റ്റ് വാല്യൂ ഓഫ് മിൻ ടേം എന്ന് പറയുന്നത് 7 ആണ്. Therefore നമ്മൾ വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ബിറ്റ്സ് റിക്വയർഡ് ടു റെപ്രസെന്റ് ദാറ്റ് ഡെസിമൽ നമ്പർ എന്നുള്ളതാണ്. എത്ര ബിറ്റ്സ് ആണോ വേണ്ടിയത് അത്രയും വേരിയബിൾസ് ഉള്ള K-map ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഹൈയസ്റ്റ് മിൻ ടേം വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. സോ 7 എന്ന് പറഞ്ഞ ഡെസിമലിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് മിനിമം നമ്പർ ഓഫ് ബിറ്റ്സ് റിക്വയർഡ് എന്ന് പറയുന്നത് ഈസ് 3 ബിറ്റ്. Therefore we have to draw a 3 variable K-map to find the reduced expression. സോ ഒന്ന് പെട്ടെന്ന് ചെയ്യാവോ എന്നിട്ട് ആൻസറിലേക്ക് പോവാം. സോ ആഫ്റ്റർ ദ റിഡക്ഷൻ ഓഫ് K-map നമുക്ക് ഈ രണ്ടെണ്ണത്തിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിംഗ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. എയ്തർ B bar C bar plus BC plus AC അല്ലെന്നുണ്ടെങ്കിൽ B bar C bar plus BC plus AB bar യൂസിങ് എ 3 വേരിയബിൾ K-map. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകേണ്ടിയിരിക്കുന്ന ആൻസർ. ഇനിയിപ്പോൾ നോക്കിയാൽ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ തിരിച്ചു വരുവാണ്. K-map നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ K-map റിഡക്ഷൻ മാത്രമാണ് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് വരിക. Then after the first step or after the K-map reduction, next step എന്ന് പറയുന്നത് is to implement the function using NAND gates. അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് is to implement the function using AOI logic. ഓക്കെ, സോ അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമുക്ക് NAND ഗേറ്റ് വെച്ചിട്ടുള്ള ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്ന് തൽക്കാലം ഞാൻ ഈ ഫസ്റ്റ് വൺ ഒന്ന് എടുക്കുവാണ്. B bar C bar plus BC plus AC. ഇതിനകത്ത് നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അതിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ SOPയിലാണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെങ്കിൽ ഇഫ് യു ഹാവ് ടു ഇംപ്ലിമെന്റ് ആൻ SOP ഫംഗ്ഷൻ ദെൻ ദ ഗിവൺ എക്സ്പ്രഷൻ ഷുഡ് ബി നമുക്ക് ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഈസ് യൂസിങ് NAND ഗേറ്റ്സ് വെച്ചിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എങ്കിൽ ദ ഗിവൺ എക്സ്പ്രഷൻ ഷുഡ് ബി ഇൻ ദ SOP ഫോം. അതേപോലെ തന്നെ നമുക്ക് NOR ഗേറ്റ് വെച്ചിട്ടാണ് ഇംപ്ലിമെന്റേഷൻ നടത്തേണ്ടത് എങ്കിൽ നമ്മളുടെ എക്സ്പ്രഷൻ ഷുഡ് ബി ഇൻ ദ POS ഫോം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. SOPയിലാണ് എക്സ്പ്രഷൻ തന്നിരിക്കുന്നത്. സപ്പോസ് SOP ആണെങ്കിൽ പോലും ഈസി ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന NAND ഗേറ്റ് വെച്ചിട്ടാണ്. POSലാണ് എക്സ്പ്രഷൻ തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന NOR ഗേറ്റ് ആണ്. നേരെ വൈസ് വേഴ്സയും ട്രൂ തന്നെയാണ്. NAND ഗേറ്റ് വെച്ചിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെങ്കിൽ ദ എക്സ്പ്രഷൻ ഷുഡ് ബി ഇൻ ദ SOP ഫോം. അതേപോലെ തന്നെ NOR ഗേറ്റ് വെച്ചിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെങ്കിൽ ദ എക്സ്പ്രഷൻ ഷുഡ് ബി ഇൻ ദ POS ഫോം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന NAND ഗേറ്റ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ്. ആൻഡ് വി ക്യാൻ ഈസിലി സീ ദാറ്റ് ദിസ് എക്സ്പ്രഷൻ ഈസ് ഇൻ ദ SOP ഫോം അല്ലെ. ഓൾറെഡി SOP ഫോമിലാണ്. NAND ഗേറ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ കൺസ്ട്രെയിൻസ് ഒന്നും വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കിത് SOP വെച്ചിട്ട് ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വിൽ റിക്വയർ എ സ്മോൾ മോഡിഫിക്കേഷൻ ഇൻ ദ എക്സ്പ്രഷൻ. അതെന്നാന്ന് നോക്കാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഐ എം റീറൈറ്റിംഗ് ദ എക്സ്പ്രഷൻ F is equal to B bar C bar plus BC plus AC അല്ലെ. തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ ഞാൻ അങ്ങനെ എടുത്ത് ജസ്റ്റ് താഴോട്ട് എഴുതിയിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വി ഹാവ് ടു ഗിവ് എ ഡബിൾ ബാർ. ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എനി എക്സ്പ്രഷൻ ഓർ എനി വേരിയബിൾ അതിലേക്ക് നമ്മൾ ഡബിൾ ബാർ കൊടുത്തു കഴിഞ്ഞാൽ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ദ സെയിം വേരിയബിൾ ഓർ ദ സെയിം എക്സ്പ്രഷൻ ഇറ്റ്സെൽഫ് തന്നെയാണ്. ദാറ്റ് ഡസ് നോട്ട് മേക്ക് എനി കൈൻഡ് ഓഫ് ചേഞ്ച് ടു ദ മീനിങ് ഓഫ് ദാറ്റ് എക്സ്പ്രഷൻ ഓർ ദ വേരിയബിൾ അല്ലേ. സോ ആ ഡബിൾ ബാർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇനി ഇവിടെ ചെറിയൊരു വേരിയേഷൻ വരുത്താൻ പോവാണ്. നമ്മൾ
കൂടുതൽ നമ്മൾ ഡിമോർഗൻസ് ഒരു റിഡക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോഴാണ് നമ്മൾ ഏറ്റവും അപ്പർ അല്ലെങ്കിൽ ഏറ്റവും ഔട്ടറിലായിട്ടിരിക്കുന്ന ലൈനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് വരിക. അല്ലാത്ത കേസസിൽ നമുക്ക് ഡിമോർഗൻസ് യൂസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഇന്നർ ലൈനും ബ്രേക്ക് ചെയ്യാറ് ഉണ്ട്. സോ ഈ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ നിലവിൽ ഈ ഒരു ഇന്നർ നമ്മളുടെ ബാറിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഡിമോർഗൻസ് വെച്ചിട്ട്. ഇവിടെ കൊണ്ട് ഫസ്റ്റ് ബ്രേക്ക്, ദെൻ ഈ ഒരു പോയിന്റിൽ സെക്കൻഡ് ബ്രേക്ക് ആണ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അപ്പൊ ഞാൻ ഒന്ന് ബ്രേക്ക് ചെയ്ത് എഴുതുവാണ്. സോ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ബി ബാർ സി ബാർ, ഈ ബ്രേക്ക് ചെയ്തിരിക്കുന്ന ലൈൻ എന്ന് പറയുമ്പോൾ ദ ഹോൾ ബാർ. സോ നമുക്കറിയാം ഡിമോർഗൻസ് ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആൻഡ് എന്ന് പറയുന്ന ഓർ ആകും, ഓർ എന്ന് പറയുന്നത് ആൻഡ് ആയിട്ട് മാറും അല്ലേ. സോ ഇവിടെ കറന്റ് ഓർ ആണ്, സോ അത് ആൻഡ് ആയിട്ട് മാറും. ദെൻ ബി സി ദെൻ ബ്രേക്ക് ചെയ്ത ഡിമോർഗൻസിന്റെ ലൈൻ വരും, ദാറ്റ് ആൻഡ് എ സി എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ എ സി ബാർ ആൻഡ് ഈ ഔട്ടറിൽ കിടക്കുന്ന ഹോൾ ബാറും കൂടെയാണ് ഇപ്പം എഴുതിയിരിക്കുന്നത്. ഒറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ, ഞാനൊരു ഡബിൾ ബാർ എൻറ്റയർ ടേമിന് കൊടുത്തു. ദെൻ ഇന്നർ ലൈൻ, ഇന്നർ ഡബിൾ ബാറിനകത്ത് ഇന്നർ ബാറിനെ ഞാനൊന്ന് ബ്രേക്ക് ചെയ്തു. ഓക്കെ, സോ രണ്ടായിട്ട് ബ്രേക്ക് ചെയ്തു. അപ്പം നോക്കിക്കേ, ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ബി ബാർ സി ബാർ ദ ഹോൾ ബാർ ആൻഡ് ബി സി ബാർ ആൻഡ് എ സി ബാർ ദ ഹോൾ ബാർ. ഇതാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ. സോ ഇങ്ങനെ നമ്മൾ ചേഞ്ച് വരുത്താനുള്ള റീസൺ എന്ന് പറയുന്നത് ഈസി ആയിട്ട് നാൻഡ് ഗേറ്റ് വെച്ച് ഇംപ്ലിമെന്റേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൺവേർഷൻ ആക്ച്വലി ചെയ്യുന്നത്. സോ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ എന്താ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഈ ഒരു ടേമിന് കറസ്പോണ്ടിംഗ്ലി നമുക്കൊരു നാൻഡ് ഗേറ്റ് വേണം. ദിസ് ടേം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു നാൻഡ് ഗേറ്റ് വേണം. ദിസ് ടേം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു നാൻഡ് ഗേറ്റ് വേണം. ആൻഡ് ദിസ് എൻറ്റയർ ടേമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിൽ റിക്വയർ അനദർ നാൻഡ് ഗേറ്റ്. സോ ടോട്ടൽ നമുക്ക് 4 നാൻഡ് ഗേറ്റ്സ് ആണ് വേണ്ടിയത്. ഓക്കെ, സോ അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കേണ്ട ഇൻപുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻപുട്ട് ഈസ് ബി ബാർ, സെക്കൻഡ് ഇൻപുട്ട് ഈസ് സി ബാർ. സോ ഇതിന്റെ ഔട്ടിൽ വരുന്ന വാല്യൂ എന്തായിരിക്കും? നാൻഡ് ഗേറ്റ് ആണ്. ഫസ്റ്റ് ഇൻപുട്ട് വിച്ച് ഇസ് ബി ബാർ ആൻഡ് ദ സെക്കൻഡ് ഇൻപുട്ട് ദ ഹോൾ ബാർ. ഓക്കെ, ഫസ്റ്റ് ഇൻപുട്ട് ആൻഡ് ദ സെക്കൻഡ് ഇൻപുട്ട് ഹോൾ ബാർ, അതാണ് നാൻഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റത്തെ നാൻഡ് ഗേറ്റ് ഇപ്പം നിലവിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ആയിട്ടുള്ള ടേമിന് വേണ്ടിയിട്ട് ഒരു നാൻഡ് ഗേറ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ സെക്കൻഡ് നാൻഡ് ഗേറ്റ് ഞാനിവിടെ ഗേറ്റ് നമ്പർ 2 ആയിട്ട് തന്നെ മാർക്ക് ചെയ്യണം. അതിന്റെ ഇൻപുട്ട് എന്തായിരിക്കും വരിക? ഫസ്റ്റ് ഇൻപുട്ട് ആൻഡ് ദ സെക്കൻഡ് ഇൻപുട്ട് ഹോൾ ബാർ. സോ ആ നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട്സ് ഏതൊക്കെയായിരിക്കും? ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ബി, രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് സി. therefore അതിന്റെ ഔട്ടിൽ വരുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ഇൻപുട്ട് ആൻഡ് ദ സെക്കൻഡ് ഇൻപുട്ട് ദ ഹോൾ ബാർ. Okay, now we are moving on to the third term which is AC the whole bar. So AC the whole bar create ചെയ്യാനായിട്ട് നമുക്ക് again ഒരു third NAND gate യൂസ് ചെയ്യണം. And the input of the NAND gate എന്ന് പറയുന്നത് one input is A and the other input is C. So ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് A, രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് C and ഇതിന്റെ ഔട്ട് എന്ന് പറയുന്നത് AC the whole bar. Okay, so expression ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് എന്നാ വേണ്ടിയത്? ഇതിനെ ഈ 3 ടേംസിനെ കൂടെ കമ്പൈൻ ചെയ്യാനായിട്ട് ഒരു ഫോർത്ത് നാൻഡ് ഗേറ്റും കൂടെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഫോർത്ത് നാൻഡ് ഗേറ്റിനെയാണ് ഇനി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫോർത്ത് നാൻഡ് ഗേറ്റ്. സോ ഇതിന്റെ ഔട്ട് എന്തായിരിക്കും? ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ബി ബാർ സി ബാർ the whole bar and the second input എന്ന് പറയുന്നത് BC bar and the third input which is AC bar, first input and the second input and the third input the whole bar. കാരണം NAND gate ആണ് അല്ലേ? ആൻഡ് ചെയ്തിട്ട് അതിന് ഹോൾ ബാർ ചെയ്ത് കഴിഞ്ഞാൽ we will get the NAND operation അല്ലേ? So this is the final implementation of the given function using NAND gate. So we'll continue with the AOI logic. AOI logic വെച്ചിട്ടുള്ള implementation നമുക്ക് കാണാനായിട്ടുണ്ട്. സോ അതിനകത്ത് നമുക്ക് ഇങ്ങനത്തെ ഡബിൾ ബാർ ഇടുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് K-മാപ്പിൽ നിന്ന് എന്താണോ റെഡ്യൂസ്ഡ് എക്സ്പ്രഷൻ കിട്ടിയിരിക്കുന്ന ആ സെയിം എക്സ്പ്രഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ വി ആർ ചെക്കിംഗ് ഔട്ട് ദ റെഡ്യൂസ്ഡ് എക്സ്പ്രഷൻ. നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന റെഡ്യൂസ്ഡ് എക്സ്പ്രഷനിലേക്ക് പോവാണ്. സോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന റെഡ്യൂസ്ഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇസ് ഇക്വൽ ടു, ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. എഫ് ഇസ് ഇക്വൽ ടു ബി ബാർ സി ബാർ പ്ലസ് ബി സി പ്ലസ് എ സി. അത് ഇങ്ങോട്ടൊന്ന് എടുത്ത് എഴുതുവാണ്.
സോ അത് നമുക്ക് കെ മാപ്പ് കിട്ടിയിരിക്കുന്നത് എന്താണോ അത് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കൺവേർഷന്റെ ആവശ്യമില്ല AOIയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് കെ മാപ്പ് നമുക്ക് റിഡ്യൂസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഫോമിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Therefore F is equal to B bar C bar plus BC plus AC. അല്ലേ? ഇതായിരുന്നു നമ്മളുടെ എക്സ്പ്രഷൻ, റെഡ്യൂസ്ഡ് എക്സ്പ്രഷൻ നമുക്ക് കെ മാപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. B bar C bar plus B bar C bar plus BC plus AC. അത് ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്തിരിക്കുന്നതാണ് പെട്ടെന്ന് വരയ്ക്കാനുള്ള സൗകര്യത്തിന്. ഓക്കെ, സോ അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് AOI ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം A stands for AND gate, O stands for OR gate and I stands for the inverter. അല്ലേ? സോ ഈ മൂന്ന് ഗേറ്റ്സ് എന്ന് വെച്ചാൽ 3 ടൈപ്പ് ഓഫ് ഗേറ്റ്സ് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ 3 ടൈപ്പ് ഓഫ് ഗേറ്റ്സ് മാത്രം വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനാണ് AOI ലോജിക് എന്ന് വിളിക്കുക. ഓക്കെ, സോ അപ്പോൾ നോക്കിക്കേ, ഈ B bar C bar ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്നൊക്കെ വേണ്ടി വരും. B bar ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമുക്കൊരു നോട്ട് ഗേറ്റ് വേണ്ടി വരും. C bar ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമുക്കൊരു നോട്ട് ഗേറ്റ് വേണ്ടി വരും. ഈ B bar C bar ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു AND ഗേറ്റ് വേണ്ടി വരും. ദെൻ സിമിലർലി BC ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു AND ഗേറ്റ് വേണ്ടി വരും. AC ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു AND ഗേറ്റ് വേണ്ടി വരും. ആൻഡ് ദിസ് എൻറ്റയർ ഫംഗ്ഷനെ കമ്പൈൻ ചെയ്യാനായിട്ട് ഒരു OR ഗേറ്റും കൂടെ വേണ്ടി വരും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടേം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. B bar C bar എന്ന് പറഞ്ഞ ടേം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ B bar C bar ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ്, നോട്ട് വേണം. എന്നാൽ മാത്രമേ ബിയിൽ നിന്ന് B ബാറിനെയും അതേപോലെ തന്നെ സിയിൽ നിന്ന് C ബാറിനെയും ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഓക്കെ, സോ B bar C bar എന്ന് പറയുന്ന രണ്ട് ഇൻവേർട്ട് ചെയ്തിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾസിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അത് രണ്ടും കൂടെ ഞാൻ എടുത്തൊരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് എക്സ്പ്രഷൻ എനിക്ക് കിട്ടും, വിച്ച് ഈസ് B bar ആൻഡ് C bar. സോ ഈ ഒരു എക്സ്പ്രഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയി അല്ലേ? ഫസ്റ്റ് എക്സ്പ്രഷൻ B bar, ഈ ഒരു എൻറ്റയർ എക്സ്പ്രഷൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ടേം ഇപ്പോൾ കംപ്ലീറ്റ് ആയി, വിച്ച് ഈസ് B bar C bar. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്, BC അല്ലേ? അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ഒരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കാം. One input is B and the other input is C. Therefore, the output of the second gate എന്ന് പറയുന്നത് will be BC. ഇനി ഇതേപോലെ തന്നെ AC ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് another AND gate ആണ് വേണ്ടി വരിക. One input is A and the other input is C. Therefore, gate number 3യുടെ ഔട്ട് വരിക എന്ന് പറയുന്നത് AC ആണ്. അപ്പൊ നമ്മൾ ഈ 3 പ്രൊഡക്റ്റ് ടേംസിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് 3 തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, OR ഫംഗ്ഷൻ അല്ലേ? അല്ലെങ്കിൽ OR ആണ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഈ 3 ഗേറ്റുകളുടെയും ഔട്ടുകളെ എടുത്തിട്ട് നമ്മളൊരു OR ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ടാണ് സപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദിസ് ഇസ് ദ OR ഗേറ്റ്. ഈ OR ഗേറ്റിലേക്ക് വരുന്ന എല്ലാ ഇൻപുട്ടുകളെയും OR ചെയ്ത് ഔട്ട്പുട്ടിൽ എത്തിക്കും എന്നുള്ളതാണ് OR ഗേറ്റിന്റെ ഫംഗ്ഷൻ അല്ലേ? അപ്പൊ ഈ OR ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് നോക്കിക്കേ, എന്താണ് ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത്, എന്താണ് B bar C bar. സോ ദാറ്റ് പ്ലസ് which is equivalent to logic OR. Second input which is BC, so that plus the third input which is AC. So this is the final answer. നമുക്ക് ഇപ്പോൾ ഈ ഗിവൺ ലോജിക് ഫംഗ്ഷൻ നമുക്ക് AOI ലോജിക്. ഇപ്പൊ നോക്കിക്കേ, ഈ ഗേറ്റുകൾ മാത്രം നോക്കിക്കേ, ഞാൻ ആകെ കൂടെ ആൻഡ് ഓർ നോട്ട് എന്നുള്ള ഗേറ്റുകൾ അല്ലാതെ വേറെ ഒരു ഗേറ്റും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ടോട്ടൽ 3 ആൻഡ് ഗേറ്റ്സ്, ടോട്ടൽ 3 ആൻഡ് ഗേറ്റ്സ് പ്ലസ് 1 OR ഗേറ്റ് പ്ലസ് 2 നോട്ട് ഗേറ്റ്സ് അല്ലേ? The total 6 gates in total, 3 plus 2 plus 1, which is 6 gates കൊണ്ട് എനിക്ക് AOI ലോജിക് വെച്ചിട്ട് ഈ ഒരു ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റി. അതേപോലെ തന്നെ NAND നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 4 NAND ഗേറ്റ്സ് വെച്ചിട്ട്, ടോട്ടൽ 4 NAND ഗേറ്റ്സ് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗിവൺ ഫംഗ്ഷനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. Okay, so we are moving on to the next problem, which is given as design a logic circuit using minimum number of basic gates for the expression and implement using universal gates. Okay, അപ്പോൾ ഇതിൻ്റെ അകത്ത് ബേസിക് ഗേറ്റ്സ് വെച്ചിട്ട് മിനിമം നമ്പർ ഓഫ് ബേസിക് ഗേറ്റ്സ് വെച്ചിട്ടും അതേപോലെ തന്നെ മിനിമം യൂണിവേഴ്സൽ ഗേറ്റ്സ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ മിനിമം നമ്പർ
മിനിമം നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്താണോ ആ ഗിവൺ എക്സ്പ്രഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ദിസ് ഇസ് ഇൻ ദ SOP ഫോം അല്ലേ. സോ ആ SOP ഇരിക്കുന്ന സാധനത്തിന് അങ്ങനെ തന്നെ നമുക്ക് എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മിനിമം നമ്പർ ഓഫ് ബേസിക് ഗേറ്റ്സ് ഉപയോഗിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഗിവൺ ഫംഗ്ഷൻ ദിസ് SOP ഫംഗ്ഷൻ എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, സോ നമുക്കൊരു ഗിവൺ എക്സ്പ്രഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വി ഓൾറെഡി നോ ദാറ്റ് വി ക്യാൻ ഈസിലി യൂസ് ദ K-map. ഇനി ഏത് വേരിയബിൾ K-map ആണെന്ന് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? ദാറ്റ് ഈസ് ബൈ ചെക്കിംഗ് ദ വേരിയബിൾസ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ പ്രൊഡക്റ്റ് ടേമിന്റെ അകത്ത് ഇറ്റ് കണ്ടെയ്ൻസ് 4 ഡിഫറെന്റ് വേരിയബിൾസ് ഇൻ വേരിയസ് കോമ്പിനേഷൻസ് വിച്ച് ആർ A, B, C and D അല്ലെ. ഓരോ പ്രൊഡക്റ്റ് ടേം എന്ന് പറയുന്നത് ABCDയുടെ വേരിയസ് ഇൻ ദ ട്രൂ ഓർ കോംപ്ലിമെന്റ് ഫോമിലുള്ള വേരിയസ് കോമ്പിനേഷൻസ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു K-മാപ്പിലേക്ക് ഒരു SOPയിൽ ഇരിക്കുന്ന എക്സ്പ്രഷനെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഷുഡ് ബി ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം അല്ലെ. അപ്പൊ ഈ ഒരു നമ്മളുടെ എക്സ്പ്രഷൻ നോക്കിക്കേ, എല്ലാ പ്രൊഡക്റ്റ് ടേംസിന്റെ അകത്തും 4 വേരിയബിൾസും ഉണ്ട്. Therefore this question, the given question is already in the standard form അല്ലെന്നുണ്ടെങ്കിൽ SOP form. അതുകൊണ്ട് directly we can plot this into a K-map. ഇനിയിപ്പം ഏത് വേരിയബിൾ K-map വേണം നമ്മൾ എങ്ങനെയാ യൂസ് ചെയ്യുക? എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? ദാറ്റ് ഇസ് ബൈ ചെക്കിംഗ് ദ നമ്പർ ഓഫ് വേരിയബിൾസ് യൂസ്ഡ് ഇൻ ദ എക്സ്പ്രഷൻ. സോ അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിസ് ഗിവൺ ഫംഗ്ഷൻ ഓർ ദിസ് SOP ഫംഗ്ഷൻ യൂസസ് 4 വേരിയബിൾസ് വിച്ച് ആർ ABCD അല്ലേ. സോ അപ്പോൾ ഒരു 4 വേരിയബിൾ K-map ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. സോ 4 വേരിയബിൾ K-map റെഡ്യൂസ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ ഒബ്റ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടൈം കുറവായതുകൊണ്ട് ഞാനിപ്പോൾ നിലവിൽ K-map റെഡ്യൂസ് ചെയ്യാനായിട്ട് പറയുന്നില്ല. ഞാനിത് അപ്ലോഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങളൊന്ന് K-map റെഡ്യൂസ് ചെയ്ത് കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്ത് കിട്ടുന്നില്ല എന്നൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് അടുത്ത ദിവസം വരുമ്പോൾ എഴുതി നോട്ടെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് വരിക. ഓക്കെ, സോ ദിസ് ഇസ് ദ റെഡ്യൂസ്ഡ് ആൻസർ ആഫ്റ്റർ K-map. ആഫ്റ്റർ K-map റിഡക്ഷൻ നമുക്ക് കിട്ടുന്ന മിനിമൽ ഫംഗ്ഷൻ ഓർ മിനിമൽ എക്സ്പ്രഷൻ ഈസ് A bar B bar plus C bar D plus B D bar. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് AOI വെച്ചും അതേപോലെ തന്നെ യൂണിവേഴ്സൽ ഗേറ്റ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് നമ്മളുടെ ഗിവൺ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ ബേസിക് ഗേറ്റ്സ് മീൻസ് AOI വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് AOI വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. സോ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ A bar B bar ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് A bar ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു നോട്ട് ഗേറ്റ്, B bar ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു നോട്ട് ഗേറ്റ്, ദെൻ A ബാറിനെയും B ബാറിനെയും കൂടെ കമ്പൈൻ ചെയ്ത് ആൻഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ആൻഡ് ഗേറ്റ് വേണം. ദെൻ ഇവിടെ C bar ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു നോട്ട് ഗേറ്റ് വേണം. ദെൻ C bar D ചെയ്യാനായിട്ട് ഒരു ആൻഡ് ഗേറ്റ് വേണം. B D bar അല്ലേ. സോ അപ്പോൾ D bar ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അഗെയിൻ ഒരു നോട്ട് ഗേറ്റ് വേണം. ദെൻ B D bar ചെയ്യാൻ വേണ്ടി ഒരു ആൻഡ് ഗേറ്റ് വേണം. ആൻഡ് ദിസ് എൻറ്റയർ ഫംഗ്ഷനെ ഓർ ചെയ്യാനായിട്ട് നമുക്കൊരു ഓർ ഗേറ്റും കൂടെ വേണം. അപ്പോൾ അതൊന്ന് വരച്ച് നോക്കാം. സോ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഇൻപുട്ട് ഈസ് എയിൽ നിന്ന് വി ഹാവ് ടു ക്രിയേറ്റ് A bar യൂസിങ് എ നോട്ട് ഗേറ്റ്. സിമിലർലി ഫ്രം ദ വേരിയബിൾ ഓർ ഫ്രം ദ ഇൻപുട്ട് B നമുക്ക് B bar ക്രിയേറ്റ് ചെയ്യണം ബൈ യൂസിങ് എ നോട്ട് ഗേറ്റ്. അതെല്ലാം കൂടെ നമുക്ക് ഒരു ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കാം. സോ ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് ഞാൻ ഇതിന്റെ ഗേറ്റ് നമ്പർ 1 എന്ന് വിളിക്കുകയാണ്. ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? ഫസ്റ്റ് ഇൻപുട്ട് വിച്ച് ഈസ് A bar ആൻഡ് ദ സെക്കൻഡ് ഇൻപുട്ട് വിച്ച് ഈസ് B bar. സോ A bar B bar എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ടേം ഞാൻ ഗേറ്റ് നമ്പർ 1 അലോങ് വിത്ത് 2 നോട്ട് ഗേറ്റ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ദ സെക്കൻഡ് ടേം ക്രിയേറ്റ് ചെയ്യാം, സെക്കൻഡ് പ്രൊഡക്റ്റ് ടേം ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വി വിൽ റിക്വയർ C bar. Therefore C എന്ന് പറയുന്ന വേരിയബിളിനെ നോട്ട് ചെയ്യാൻ വേണ്ടി ഒരു നോട്ട് ഗേറ്റ് ഉപയോഗിക്കണം. D ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ട്രൂ ഫോമിലാണ് ഇരിക്കുക. സോ അതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. Then I am using a second AND gate to create this C bar D. So ഈ ഒരു ഗേറ്റ് നമ്പർ 2ന്റെ ഔട്ട് എന്തായിരിക്കും? ഫസ്റ്റ് ഇൻപുട്ട് ഈസ് C, ഇവിടെ വരുമ്പോൾ C bar. So first input is C bar and the second input which is D. So C bar D create I. So the second term complete I using the gate number 2. Similarly, നമ്മൾ third termലേക്ക് പോവാണ് B D bar. So B നമുക്ക് അങ്ങനെ തന്നെ വരയ്ക്കാം. Then D bar create ചെയ്യാൻ വേണ്ടിയിട്ട് again we will require a NOT gate. D bar. So അത് രണ്ടും കൂടെ എടുത്തിട്ട് നമുക്കൊരു AND ഗേറ്റിന്റെ in ആയിട്ട് കൊടുക്കാം which is named as gate number 3. So gate number 3യുടെ ഔട്ട് എന്തായിരിക്കും വരിക? ഫസ്റ്റ് ഇൻപുട്ട് വിച്ച് ഈസ് B and the second input which is D bar. So B D bar. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ടേംസ് 1 2 3നെ ഗേറ്റ് നമ്പർ 1 2 3 along with NOT gates വെച്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു.
ഇനി ഇതെല്ലാം കൂടെ തമ്മിൽ ഓർ ഓപ്പറേഷൻ ആണ് നമ്മളുടെ എക്സ്പ്രഷനിൽ തന്നിരിക്കുന്നത്. therefore we will have to use an OR gate. Okay, so OR gate കൂടെ യൂസ് ചെയ്യണം. സോ ദ ഔട്ട്പുട്ട് എന്തായിരിക്കും? f is equal to first input. First input to the OR gate ഏതാണ് വരിക? a bar b bar. So a bar b bar plus അല്ലെങ്കിൽ or the second input which is c bar d. So c bar d plus the third input which is b d bar, which is b d bar. So this is the final answer, which means the implementation of the given function using AOI logic. അപ്പോൾ നോക്കിയാൽ നമുക്കറിയാം നമ്മൾ ആകെ കൂടെ ഈ ഒരു ലോജിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, അതേപോലെ ഇൻവേർട്ടേഴ്സ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നും തന്നെ നമ്മളിവിടെ വേറെ ഒരു ഗേറ്റ്സ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അതാണ് AOI ലോജിക് വെച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ. പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഇംപ്ലിമെന്റേഷനിലൂടെ ഒന്ന് പോവാണ്, which is using universal gates. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് മാത്രമേ ഇപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൂ അല്ലേ, ബൈ യൂസിങ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. സോ ഏത് യൂണിവേഴ്സൽ ഗേറ്റ് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാൻഡോ നോർ അങ്ങനെ ഏതെങ്കിലും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഗിവൺ എക്സ്പ്രഷൻ SOP ആണോ POS ആണോ എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ അപ്പോൾ നമ്മളുടെ ഈ ഒരു എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ദിസ് എക്സ്പ്രഷൻ ഈസ് ഇൻ ദ SOP ഫോം അല്ലേ. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു SOPയിലാണ് നമ്മളുടെ എക്സ്പ്രഷൻ ഇരിക്കുന്നതെങ്കിൽ വി ക്യാൻ ഈസിലി യൂസ് ദ NAND ഗേറ്റ്, അല്ലെങ്കിൽ NAND ഗേറ്റ് വെച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആണ് ഈസിയർ. ഇനി POS വെച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ NOR ഗേറ്റ് വെച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആയിരിക്കും ഈസിയർ ആയിട്ട് വരിക. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ കണ്ടിരിക്കുന്നത് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടിരിക്കുന്ന അതേ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അത് എന്തായിരുന്നു? വാട്ട് എവർ ഇസ് ദ SOP എക്സ്പ്രഷൻ അതിലേക്ക് ഡബിൾ ബാർ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, സോ സെയിം തന്നെ ഞാനിവിടെ വീണ്ടും എഴുതുവാണ്. a bar b bar പ്ലസ് c bar d പ്ലസ് b d bar, അതിലേക്ക് നമ്മൾ ഡബിൾ ബാർ ഇട്ട് കൊടുക്കുന്നു. സോ ഡബിൾ ബാർ ഇട്ട് കൊടുത്താൽ നമുക്കറിയാം ദാറ്റ് ഡസ് നോട്ട് മേക്ക് എനി ചേഞ്ച് ടു ദ മീനിങ് ഓഫ് ദ ഗിവൺ എക്സ്പ്രഷൻ. ഓക്കെ, ഇനി ഡബിൾ ബാർ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈസ് ടു ബ്രേക്ക് ദ ഇന്നർ ലൈൻ. ഇന്നർ ലൈൻ ആണ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത്. നമ്മളുടെ റിഡക്ഷനിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, സോ അപ്പോൾ എവിടെ കൊണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാം? നമുക്ക് എവിടെയാണോ ചേഞ്ച് വരുത്തേണ്ടത് ആ ലൊക്കേഷൻസിൽ നമുക്ക് ചേഞ്ച് വരുത്തേണ്ട ലൊക്കേഷൻസ് നമുക്ക് ലൈനെ ബ്രേക്ക് ചെയ്ത് വിടാം. ഓക്കെ, സോ അപ്പോൾ ഈ ഇന്നർ ലൈനെ ഞാൻ ബ്രേക്ക് ചെയ്യുവാണ്. സോ a bar b bar ദ ഹോൾ ബാർ ഇവിടെ കൊണ്ട് ഞാൻ ബ്രേക്ക് ചെയ്തു. സോ പ്ലസ് എന്ന് പറയുന്നത് ആൻഡ് ആയിട്ട് മാറി. ദെൻ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഈ c bar d ദ ഹോൾ ബാർ ഇൻറ്റു, സോ പ്ലസ് എന്ന് പറയുന്നത് ആൻഡ് ആയിട്ട് മാറി. ദെൻ b d bar ദ ഹോൾ ബാർ. ദെൻ ഔട്ടർ ബാർ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ഔട്ടർ ബാറിനെ അങ്ങനെ എടുത്ത് എഴുതിയേ പറ്റുള്ളൂ. Now we are ready to implement the given function using NAND gate. So എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? ഈ ഒരു a bar b bar ഹോൾ ബാർ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വിൽ റിക്വയർ one NAND gate. Then c bar d the whole bar implement ചെയ്യാനായിട്ട് will require a second NAND gate. Similarly b d bar the whole bar implement ചെയ്യാനായിട്ട് will require a third NAND gate. And this entire എല്ലാ 1, 2, 3 ഈ 3 ടേംസിനെ കമ്പൈൻ ചെയ്യാനായിട്ട് will require a fourth NAND gate. ഓക്കെ, സോ നമുക്കൊന്ന് വരച്ച് നോക്കാം. സോ ഫസ്റ്റത്തെ NAND ഗേറ്റ് എന്ന് പറയുന്നത് NAND ഗേറ്റ്. ഓക്കെ, ഗേറ്റ് നമ്പർ 1. സോ ഫസ്റ്റ് ഇൻപുട്ട് ഇവിടെ നമ്മൾ ഇൻവേർട്ടർ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുന്നില്ല. ഞാൻ ഡയറക്റ്റ്ലി ആ ഇൻപുട്ട് അതിലേക്ക് ഒന്ന് കൊടുക്കുവാണ്. സോ a bar ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ. സോ a bar b bar. സോ ഈ ഗേറ്റ് നമ്പർ 1ന്റെ ഔട്ട് എന്തായിരിക്കും? ഫസ്റ്റ് ഇൻപുട്ട് ആൻഡ് ദ സെക്കൻഡ് ഇൻപുട്ട് ദ ഹോൾ ബാർ. സോ ദിസ് ഫസ്റ്റ് ടേം നമ്മളിപ്പോൾ ഫസ്റ്റത്തെ NAND ഗേറ്റ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് NAND ഗേറ്റ് വരയ്ക്കാം. സോ ഗേറ്റ് നമ്പർ 2. സോ ഗേറ്റ് നമ്പർ 2 നമ്മൾ എന്ത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ്? c bar d ദ ഹോൾ ബാർ. സോ വൺ ഇൻപുട്ട് എന്ന് പറയുന്നത് c bar ആയിരിക്കും, അതർ ഇൻപുട്ട് എന്ന് പറയുന്നത് d ആയിരിക്കും. സോ ദ ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ഇൻപുട്ട് ആൻഡ് ദ സെക്കൻഡ് ഇൻപുട്ട് ദ ഹോൾ ബാർ. Now moving on to the last term which is b d bar the whole bar. So അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് we'll require a third NAND gate. Okay, so one of the input എന്ന് പറയുന്നത് b ആണ്, നെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് d bar ആണ്. Therefore the output of this third NAND gate എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻപുട്ട് ആൻഡ് the second input the whole bar. Okay, അപ്പോൾ നമുക്ക് ഈ ടേംസ് 1, 2, 3 നമുക്കിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. Now we have to combine this using a third NAND gate.
gate number 3. So ഇതിന്റെ ഔട്ട് എന്തായിരിക്കും? ഫസ്റ്റ് ഇൻപുട്ട് ആൻഡ് ദ സെക്കൻഡ് ഇൻപുട്ട് ആൻഡ് ദ തേർഡ് ഇൻപുട്ട് ദ ഹോൾ ബാർ. അപ്പൊ നമുക്ക് എഴുതാം. സോ ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? എ ബാർ ബി ബാർ ദ ഹോൾ ബാർ. സോ എ ബാർ ബി ബാർ ദ ഹോൾ ബാർ ആൻഡ് ദ സെക്കൻഡ് ഇൻപുട്ട് വിച്ച് ഈസ് സി ബാർ ഡി ദ ഹോൾ ബാർ, സി ബാർ ഡി ദ ഹോൾ ബാർ ആൻഡ് the third input which is bd bar the whole bar, which is bd bar the whole bar. bd bar the whole bar. Ini first input and the second input and the third input the whole bar. ഇപ്പോൾ നോക്കിയാൽ നമ്മളിപ്പം നേരത്തെ ആ ഒരു ഡിമോർഗൻസ് വെച്ച് ബ്രേക്ക് ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഫൈനൽ എക്സ്പ്രഷൻ കിട്ടിയിരിക്കുകയാണ്. So we have done the implementation of the given function using the universal gate, and we have used the NAND gate since the given expression is in the SOP form.